ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു എജ്യുമെന്റോ. ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ് കമ്പൈലർ എന്നുള്ളതാണ്. വാട്ട് ഈസ് എ കമ്പൈലർ? ഇതാണ് ഒരു കമ്പൈലറിന്റെ ഫോർമൽ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. അതായത് എ കമ്പൈലർ is a software system used to translate programs written in high level language into a form which can be executed by computers. So എന്താണ് നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? കമ്പൈലർ എന്ന് പറഞ്ഞാൽ ഒരു സോഫ്റ്റ്വെയർ സിസ്റ്റം ആണ്. അതായത് കമ്പൈലർ എന്ന് പറയുന്നത് ആക്ച്വലി ഒരു പ്രോഗ്രാം ആണ്. എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? നമ്മൾ എഴുതിയേക്കുന്ന ഒരു പ്രോഗ്രാം, അതായത് നമ്മൾ ഹൈ ലെവൽ ലാംഗ്വേജിൽ എഴുതിയേക്കുന്ന ഒരു പ്രോഗ്രാമിന് കമ്പ്യൂട്ടറിന് എക്സിക്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഫോർമാറ്റിലോട്ട് കൺവേർട്ട് ചെയ്യുന്നതിന് വേണ്ടി, ചുരുക്കി പറഞ്ഞാൽ ഒരു ഹൈ ലെവൽ ലാംഗ്വേജിന്, അതായത് സിയിലോ C++ലോ ഒക്കെ നമ്മൾ എഴുതിയേക്കുന്ന ഒരു പ്രോഗ്രാമിന് കമ്പ്യൂട്ടർ അണ്ടർസ്റ്റാൻഡബിൾ ഫോർമാറ്റിലോട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ഒരു ലോ ലെവൽ ലാംഗ്വേജിലോട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ലാംഗ്വേജ് ട്രാൻസ്ലേറ്റ്, അതാണ് കമ്പൈലർ എന്ന് പറയുന്നത്. അപ്പൊ ബേസിക്കലി കമ്പൈലർ എന്ന് പറയുന്നതും ഒരു സോഫ്റ്റ്വെയർ തന്നെയാണ്. സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ എന്താ? അതിന്റെ അകത്ത് ഒരു പ്രോഗ്രാം ആയിരിക്കും, അല്ലെ? അപ്പൊ കമ്പൈലർ എന്ന് പറയുന്നത് ഒരു പ്രോഗ്രാം തന്നെയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ഹൈ ലെവൽ ലാംഗ്വേജിൽ നമ്മൾ എഴുതിയേക്കുന്ന ഒരു പ്രോഗ്രാമിന് കമ്പ്യൂട്ടറിന് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഫോർമാറ്റിലോട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ് കമ്പൈലർ എന്ന് പറയുന്നത്. ഇത് നമുക്ക് കുറച്ചുകൂടി ഈസിയർ ആയിട്ടുള്ള ഒരു ഡെഫിനിഷൻ ഇതാണ്. അതായത് കമ്പൈലർ is a program to translate a program in one language, which we call it as source program, into an equivalent program in another language, which we call it as target program. അതായത് കമ്പൈലർ എന്ന് പറയുന്നത് ഒരു പ്രോഗ്രാം ആണ്. എന്തിനു വേണ്ടിയിട്ടാണ്? a program written in one language, ഒരു ലാംഗ്വേജിലുള്ള പ്രോഗ്രാമിന് അതിന്റെ ഈക്വലന്റ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാം വേറൊരു ലാംഗ്വേജിലുള്ള ഈക്വലന്റ് പ്രോഗ്രാം ആയിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രോഗ്രാം ആണ് കമ്പൈലർ എന്ന് പറയുന്നത്. അതിൽ നമ്മൾ ഏത് പ്രോഗ്രാമിനെയാണോ നമ്മൾ കൺവേർട്ട് ചെയ്യുന്നത് അതിനെ നമ്മൾ സോഴ്സ് പ്രോഗ്രാം എന്നും, അത് നമ്മൾ ഏത് പ്രോഗ്രാമിലോട്ടാണോ കൺവേർട്ട് ചെയ്യുന്നത് അതിനെ നമ്മൾ ടാർഗറ്റ് പ്രോഗ്രാം എന്നും പറയും. ക്ലിയർ? അപ്പൊ ഞാൻ ഇതിന്റെ ഒരു എക്സാമ്പിൾ പ്രീവിയസ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് നമ്മൾ സിലബസ് അനലൈസ് ചെയ്യുന്ന സമയത്ത് ഞാൻ കമ്പൈലറിന്റെ ഒരു ഓവർവ്യൂ പറഞ്ഞിട്ടുണ്ടായി. അപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞിരുന്നു. അതായത് ഇപ്പൊ ഒരു മലയാളി ഒരു ഹിന്ദിക്കാരനായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അപ്പൊ ഈ മലയാളിക്ക് മലയാളം മാത്രമേ അറിയുള്ളൂ, ഈ ഹിന്ദിക്കാരന് ഹിന്ദി മാത്രമേ അറിയുള്ളൂ. അപ്പൊ അങ്ങനെ വരുമ്പോ അവിടെ കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആവണില്ല, അല്ലെ? ഇപ്പൊ മലയാളത്തിൽ പറയുന്ന കാര്യം ഹിന്ദിക്കാരന് മനസ്സിലാവില്ല, ബിക്കോസ് ഹി ഓൺലി നോസ് ഹിന്ദി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഈ മലയാളത്തിൽ പറയുന്നതിന് വേറെ ഒരാള് ട്രാൻസ്ലേറ്റ് ചെയ്ത് ഹിന്ദിയിലോട്ട് ആക്കി കൊടുത്താലാണ് ഹിന്ദിക്കാരന് മനസ്സിലാവുള്ളൂ. അതല്ലെങ്കിൽ ആ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് മീനിങ്ലെസ് ആയി പോകും, റൈറ്റ്? അതേപോലെ തന്നെ യൂസേഴ്സ് എഴുതുന്ന പ്രോഗ്രാം എന്ന് പറയുന്നത് യൂസർക്ക് അറിയാവുന്ന ലാംഗ്വേജിലാണ് യൂസർ പ്രോഗ്രാം എഴുതുന്നത്. ഇപ്പൊ പൈത്തണിൽ എഴുതാം, ജാവയിൽ എഴുതാം. അങ്ങനെ യൂസറിന് അറിയാവുന്ന ലാംഗ്വേജ് ഏതാണോ ആ ലാംഗ്വേജിലായിരിക്കും യൂസർ പ്രോഗ്രാം എഴുതുന്നത്. പക്ഷെ ഈ ലാംഗ്വേജസ് ഒന്നും കമ്പ്യൂട്ടറിന് അണ്ടർസ്റ്റാൻഡബിൾ അല്ല. കമ്പ്യൂട്ടറിന് എന്താ മനസ്സിലാവുള്ളൂ? അതിന് ലോ ലെവൽ ലാംഗ്വേജസ് ആണ് മനസ്സിലാവുള്ളൂ. അതായത് അസംബ്ലി ലാംഗ്വേജ്, മെഷീൻ ലാംഗ്വേജ്, അതുപോലത്തെ ലാംഗ്വേജസ് ആണ് കമ്പ്യൂട്ടറിനെ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ നമ്മൾ എഴുതിയേക്കുന്ന പ്രോഗ്രാമിന് കമ്പ്യൂട്ടറിന് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ഫോർമാറ്റിലോട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കമ്പൈലർ യൂസ് ചെയ്യുന്നത്. ക്ലിയർ? ഇപ്പൊ ഒരു കമ്പൈലറിന്റെ ഫിഗർ എന്ന് പറയുന്നത്, ഇപ്പൊ ഇതാണ് നമ്മളുടെ കമ്പൈലർ എന്ന് വിചാരിക്കുക. ദിസ് ഈസ് അവർ കമ്പൈലർ. കമ്പൈലറിലോട്ട് ഇൻപുട്ട് ആയിട്ട് നമ്മൾ എന്ത് കൊടുക്കും? നമ്മളുടെ കയ്യിലുള്ള സോഴ്സ് പ്രോഗ്രാം. സോഴ്സ് പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ എന്താ? ഏതെങ്കിലും ഒരു ഹൈ ലെവൽ ലാംഗ്വേജിൽ എഴുതിയേക്കുന്ന പ്രോഗ്രാം ആണ് സോഴ്സ് പ്രോഗ്രാം. ഈ സോഴ്സ് പ്രോഗ്രാമിന് കമ്പൈലറിലോട്ട് നമ്മൾ ഇൻപുട്ട് ആയിട്ട് കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് ഔട്ട്പുട്ട് കിട്ടണം? നമ്മളുടെ ടാർഗറ്റ് പ്രോഗ്രാം ആണ് നമുക്ക് ഔട്ട്പുട്ട് ആയിട്ട് കിട്ടേണ്ടത്, റൈറ്റ്? ഈ ടാർഗറ്റ് പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ലോ ലെവൽ ലാംഗ്വേജിലുള്ള ഒരു പ്രോഗ്രാം ആയിരിക്കും ടാർഗറ്റ് പ്രോഗ്രാം. അപ്പൊ ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ലാംഗ്വേജ് ട്രാൻസ്ലേറ്റർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ലാംഗ്വേജ് പ്രോസസർ എന്ന് പറയും. ഇനി നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ഒരു പ്രോഗ്രാം എഴുതിയിട്ടുണ്ടെങ്കിൽ, ടൈപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അത് നിങ്ങൾ കമ്പൈൽ ചെയ്ത് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അറിയാം എറേഴ്സ് കാട്ടും, അല്ലെ? ഇപ്പൊ ആ പ്രോഗ്രാമിന്റെ അകത്ത് എന്തെങ്കിലും തരത്തിലുള്ള എറർ ഉണ്ടെന്നാണെങ്കിൽ യൂസറിന് ആ എററിനെ റിപ്പോർട്ട് ചെയ്ത് കൊടുക്കണം. അതായത് ഇന്ന സ്റ്റേറ്റ്മെന്റിൽ ഇന്ന എറർ ഉണ്ട്, അങ്ങനെ യൂസർക്ക് കാട്ടിക്കൊടുത്താലാണ് നമുക്ക് ആ എററിനെ ഡിബഗ് ചെയ്യാൻ പറ്റുള്ളൂ, റൈറ്റ്? അപ്പൊ ആ എറേഴ്സിന് യൂസേഴ്സിലോട്ട് റിപ്പോർട്ട് ചെയ്ത് കൊടുക്കുക എന്നുള്ളത് കമ്പൈലറിന്റെ ഒരു ഇമ്പോർട്ടന്റ് റോൾ ആണ്. സോ ഹിയർ ദ കമ്പൈലർ വിൽ റിപ്പോർട്ട് ദ എറേഴ്സ്. അതായത് ഇവിടെ നമുക്ക് എറർ മെസ്സേജസ് പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, അപ്പൊ കമ്പൈലറിന് രണ്ട് ഡ്യൂട്ടീസ് ആണുള്ളത്. സോഴ്സ് പ്രോഗ്രാമിനെ ടാർഗറ്റ് പ്രോഗ്രാം ആയിട്ട് കൺവേർട്ട് ചെയ്യുകയും ചെയ്യും.
അതോടൊപ്പം തന്നെ ആ കൺവേർഷന്റെ സമയത്ത് ആ ഒരു ട്രാൻസ്ലേഷന്റെ സമയത്ത് എന്തെങ്കിലും എറേഴ്സ് വന്നിട്ടുണ്ടെങ്കിൽ ആ എറേഴ്സിനെ യൂസേഴ്സിലോട്ടേക്ക് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യും. അപ്പൊ ഇതാണ് കമ്പൈലറിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. സോ ഹിയർ യു ക്യാൻ സീ ദ ആക്ച്വൽ ഫിഗർ. ഹിയർ വി ഹാവ് എ കമ്പൈലർ. അതിലോട്ട് നമ്മളൊരു സോഴ്സ് പ്രോഗ്രാമിനെ ഇൻപുട്ട് ആയി കൊടുക്കുകയാണ്. ഇൻപുട്ട് ആയി കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമ്മുടെ ടാർഗറ്റ് പ്രോഗ്രാം കിട്ടും. ഇനി ആ ഒരു സമയത്ത് ആ ട്രാൻസ്ലേഷന്റെ സമയത്ത് എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ ആ എറർ മെസ്സേജസ് നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് കാട്ടും. ഇത് എറർ മെസ്സേജസ് എന്നാണ് ട്ടോ, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണ്. എറർ മെസ്സേജസ് അത് നമുക്ക് ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് കാട്ടിത്തരും. ഓക്കെ, അപ്പൊ നമ്മളുടെ ഇവിടെ കിട്ടുന്ന ഈ ഒരു ടാർഗറ്റ് പ്രോഗ്രാം എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു കമ്പ്യൂട്ടർ എക്സിക്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു പ്രോഗ്രാം ആണെന്ന് പറഞ്ഞു അല്ലെ. കമ്പ്യൂട്ടറിന് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഫോർമാറ്റിലായിരിക്കും ഈ ഒരു ടാർഗറ്റ് പ്രോഗ്രാം ഉണ്ടാവുന്നത്. ഇപ്പൊ നിങ്ങൾ സി പ്രോഗ്രാം ചെയ്തിട്ട് കമ്പൈൽ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്താ കിട്ടുക? നിങ്ങൾ ആ ഫോൾഡർ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രോഗ്രാം ഏത് ഫോൾഡറിലാണോ ഉള്ളത്, കമ്പൈൽ ചെയ്തതിനു ശേഷം ആ ഫോൾഡർ പോയി ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു ഒബ്ജക്റ്റ് കോഡ് ജനറേറ്റ് ചെയ്തിട്ടുണ്ടാവും. ഇപ്പോ സി പ്രോഗ്രാമിന്റെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ a.out എന്ന് പറഞ്ഞിട്ട് ഒരു ഒബ്ജക്റ്റ് കോഡ് ജനറേറ്റ് ചെയ്യും. അത് ആ ഫോൾഡർ ഓപ്പൺ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പൊ ഫസ്റ്റ് എന്താ ചെയ്യുന്നത്? കമ്പൈലേഷൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് റൺ ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ എക്സിക്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റ് കോഡാണ് അവിടെ കിട്ടുന്നത്. അതാണ് നമ്മുടെ ടാർഗറ്റ് പ്രോഗ്രാം. ഇനി ആ ടാർഗറ്റ് പ്രോഗ്രാമിനെ നമ്മൾ റൺ ചെയ്യണം. അതായത് ഇവിടെ കിട്ടിയേക്കുന്ന ഈ ഒബ്ജക്റ്റ് കോഡിനെ നമ്മൾ റൺ ചെയ്യണം. ഈ റൺ ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് നമ്മുടെ ഫൈനൽ ഔട്ട്പുട്ട്സ് കിട്ടുന്നത്. ഈ റൺ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? ഇനി യൂസർ എന്തെങ്കിലും ഇൻപുട്സ് കൊടുക്കാനുണ്ടെങ്കിൽ ആ ഇൻപുട്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഈ റണ്ണിങ്ങിന്റെ സമയത്താണ് അല്ലെ. അങ്ങനെയല്ലേ? നമ്മൾ ഒരു പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് നമ്മൾ ആ പ്രോഗ്രാമിനെ കമ്പൈൽ ചെയ്യും. കമ്പൈൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് എറേഴ്സ് ഉണ്ടെങ്കിൽ എറർ മെസ്സേജസ് ഡിസ്പ്ലേ ചെയ്ത് വരും. ഓരോ എറേഴ്സിനായിട്ട് നമ്മളത് ഡീബഗ് ചെയ്യും. എറർ ഫ്രീ ആയിട്ടുള്ള ഒരു ഒബ്ജക്ട് കോഡ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? അതിനെ റൺ ചെയ്യും. റൺ ചെയ്യാൻ നമ്മൾ എന്താ ചെയ്യാറ്? .a.out എന്ന് പറയുന്ന കമാൻഡ് യൂസ് ചെയ്യും. റൈറ്റ്? അങ്ങനെ നമ്മൾ ആ ഒരു ഒബ്ജക്ട് കോഡിന് റൺ ചെയ്യും. റൺ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഇൻപുട്സ് ആവശ്യമുണ്ടെന്നാണെങ്കിൽ നമുക്ക് ഇൻപുട്ട് ടൈപ്പ് ചെയ്യാൻ പറഞ്ഞുകൊണ്ടുള്ള മെസ്സേജസ് വരും. നമ്മൾ ഇൻപുട്സ് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കും. ഫൈനലി നമുക്ക് റൺ ചെയ്ത് കഴിയുമ്പോൾ കറസ്പോണ്ടിങ് ഔട്ട്പുട്സ് കിട്ടും. റൈറ്റ്? അങ്ങനെയല്ലേ നമ്മൾ ഒരു പ്രോഗ്രാം ചെയ്യാറ്? അപ്പൊ അതേപോലെ ഇവിടെ നമ്മളുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് കമ്പൈലേഷൻ ആണ്. കമ്പൈൽ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ടാർഗറ്റ് പ്രോഗ്രാം എന്ന് പറയുന്നത് ഒരു കമ്പ്യൂട്ടർ എക്സിക്യൂട്ടബിൾ ആയിട്ടുള്ള കോഡായിരിക്കും. ഇനി സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ആ എക്സിക്യൂട്ടബിൾ കോഡിനെ റൺ ചെയ്യണം. റൺ ചെയ്ത് കഴിഞ്ഞാലാണ് നമ്മളുടെ ഫൈനൽ ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്നത്. അപ്പൊ അതാണ് ഇവിടെ കാട്ടിയേക്കുന്നത്. നമുക്ക് കമ്പൈലേഷൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ കിട്ടിയേക്കുന്ന ടാർഗറ്റ് പ്രോഗ്രാം ആണിത്. ഈ പ്രോഗ്രാമിനെ നമ്മൾ റൺ ചെയ്യും. റൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് ആവശ്യമുള്ള ഇൻപുട്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കും. അങ്ങനെ റൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമ്മുടെ കറസ്പോണ്ടിങ് ഔട്ട്പുട്സ് ജനറേറ്റ് ചെയ്ത് കിട്ടും. അപ്പൊ ഇത്രയും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സോ സ്റ്റേ ട്യൂൺ ഫോർ ദി നെക്സ്റ്റ് വീഡിയോ.